ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇട്ടിട്ട് പോയത് തിരുപ്പതിയിൽ ഞങ്ങൾ ചന്ദ്രഗിരി ഫോർട്ട് വിസിറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഫ്റ്റർനൂൺ ഒരു വനം സൂവിലേക്ക് പോയി. തിരുപ്പതിയിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓട്ടോ ചേട്ടനായിരുന്നു ഈ ഒരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇങ്ങനെയൊരു സൂ അവിടെ ഉള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളവിടെ എത്താൻ തന്നെ കുറച്ച് ലേറ്റായി. 5 മണിക്കായിരുന്നു സൂ ക്ലോസ് ചെയ്യാൻ. ഞങ്ങളവിടെ എത്തിയത് ഒരു 3:45 ആയിരുന്നു. ബട്ട് എങ്ങനെയും എന്തോ ഭാഗ്യത്തിനും ഞങ്ങൾക്ക് ആ കുറച്ച് സമയം കൊണ്ട് കാണാൻ പറ്റുന്ന പരമാവധി കാഴ്ചകൾ കണ്ടിറങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. ഇതൊന്നും അനുസരില്ല. എന്തൊന്ന് സാമ്പാർ ഡിയറുള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ സാമ്പാർ ഡിയറിനെ കണ്ടു. പക്ഷെ ഇതിനെ കാണുമ്പോൾ സാമ്പാർ ഡിയറാന്ന് തോന്നുന്നില്ല. എന്നെ ഫാസ്റ്റായിട്ട് കടുവേ അയ്യോ അയ്യോ പൊട്ടിയാ പൊടി. നിന്നെ ചെരുപ്പല്ല പൊട്ടിയ, കാല പൊട്ടിയത്. നോക്കി ആൻസറായ സോ ഫാർ വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് സൂ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കമോൺ. 5 മണിക്ക് ക്ലോസ് ചെയ്യുന്നിടത്ത് 4 മണിക്ക് കയറി ചെന്നവരാണ് ഞങ്ങൾ. ഇനി ഇത് എന്താ പറയുക, തീരണമെങ്കിൽ തന്നെ ഒരു 6 മണി എടുക്കും. ഞങ്ങൾ നടന്ന് അത്ര വലിപ്പുണ്ട്. അതുപോലെ കാണാനുള്ള സ്ഥലം. മീൻസ് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പലതരം കിളികളെ കാണാം. പക്ഷെ എല്ലാ കിളികളെയും നമ്മൾ കിളികൾ എന്നാണ് വിളിക്കാൻ പോകുന്നത്. കാരണം ഇതൊന്നും നമുക്ക് വായിക്കൊള്ളാത്ത പേരുകളാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇവരെ കിളികൾ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കാൻ പോകുന്നു. അതാണ് ലിങ്സിൻ്റെ ഓർ കേട്ടോ. നമ്മൾ തത്തന്നൊക്കെ പറയും, പക്ഷെ ഇതിന്റെ ഒറിജിനൽ ചിരകളുടെ പേരാണ് ആൽബിനോ ബുദ്ധ്. ബർഗർ ആൽബിനോ ബർഗർ അത്ര മതി. അല്ലെങ്കിൽ ആൽബിനോ ബർഗർ അത് മതി. അയ്യോ, ഈ കുഞ്ഞിക്കറികൾ ഇത്രയിലെ പേര് തെറ്റണം. എങ്ങനെയാണോ ഇതെല്ലാവർക്കും കിളികൾ കാണിച്ചാണ്. ഇതാണ് കേസ് ഓർമ്മയുണ്ട്. ഇതിനെ നമ്മൾ കോണൂർ പുലിനെ കാണുന്നില്ല. പുലിനെ കടുവേന സിംഹത്തിനെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇവിടെ ഞങ്ങൾ കണ്ടത് കുറച്ച് സ്പാരോസ്, കുറച്ച് കിളികള്, കുറച്ച് എന്തായിരുന്നു പീകോക്ക്, പിന്നെ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള മാൻ, പിന്നെ ഒരു കാർക്കുത്തൻ. ആ കാണുന്ന തൊത്തേനെ എൻ്റെ അമ്മ എങ്ങാനും കണ്ടാൽ അടിച്ചതിൻ്റെ താഴെ ഇടുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കുറേ ടൈപ്സ് ഓഫ് പക്ഷികളും ഈ ഒരു മാസപ്പിലാമിലും ആണ്. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിംഹത്തിനെ കാണാൻ പോയി. സിംഹത്തിനെ കാണാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. അവിടുന്ന് വാനിലാണ് കാട്ടിന് കുറച്ചും കൂടി ഉള്ളോട്ട് ചെന്ന് ഭയങ്കര പ്രൊട്ടക്ഷനിലാണ് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പം അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ 2 കപ്പിൾസ് ആയിരുന്നു ഉണ്ടായത്. കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കപ്പിൾസും കുറച്ച് യങ് ആയിട്ടുള്ള കപ്പിൾസ്. അങ്ങനെ 2 കപ്പിൾസ് ആയിരുന്നു സിംഹങ്ങൾ ഉണ്ടായത്. വേറെ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയായാലും നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായത്. ഞങ്ങൾ പോയ സമയത്ത് 2 പെൺസിംഹങ്ങളും പുറത്തായിരുന്നു ഉണ്ടായത്. അങ്ങനെ നമ്മുടെ സൂ ചുറ്റിക്കാണൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായിരുന്നു, സിംഹത്തിനെ കണ്ടു, കുറേ പക്ഷികളെ കണ്ടു, കുറേ ഡിഫറെൻറ്റ് മാനുകളെ കണ്ടു, കുറേ പോത്തുകളെ കണ്ടു, പീക്കോക്കിനെ കണ്ടു, ബ്ലാക്ക് സ്വാനെ കണ്ടു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ നല്ല ബെസ്റ്റ് അടിപൊളി സൂ ആണ്. ദെൻ പൈസ ചാർജ് വരുന്നത് എൻട്രി ഫീസ് 70യും എക്സ്ട്രാ ലയൺ സഫാരിക്ക് എക്സ്ട്രാ പൈസ ഉണ്ട്. പിള്ളേർക്കാണെങ്കിൽ 30യും അഡൾട്ട്സിനാണെങ്കിൽ 50യും. സോ ഹവാസ് എക്സ്പീരിയൻസ് അനു? നൈസ്. ഇപ്പം നടന്ന് ഞങ്ങൾ എക്സിറ്റിലോട്ട് എത്തുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഫോണിൽ ചാർജും ഇല്ല. ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ എത്തണം. സോ ടാറ്റ, നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റ പറ. ബൈ.